ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്താണ്, അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 ശ്വാസം വലിച്ചുവിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒന്നാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡ് ചെയ്യാൻ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പൈൽ ഫയൽ നമ്പർ ഫസ്റ്റ് ഒന്നാമത്തെ പൈലാണ്. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ ഫസ്റ്റ് നമുക്ക് നോക്കാം. എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്ന ഈ ഒരു സമയം കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ കുറെ അധികം കാര്യങ്ങളിൽ യൂണിവേഴ്സ് കഷ്ടപ്പെടുത്തുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ കഷ്ടപ്പാട് എന്ന് പറയുമ്പോഴത്തേക്കും ഐ തിങ്ക് നിങ്ങളിട്ട് കളിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പല രീതിക്ക് പല സിറ്റുവേഷൻസിൽ നിങ്ങളെ കൊണ്ടിരുത്തിയതിന് ശേഷം നിങ്ങളല്ല നിങ്ങളെ വണ്ടി ഓട്ടിക്കുന്നത്. ഐ തിങ്ക് എനിക്ക് അങ്ങനെ തോന്നുന്നത്. നിങ്ങൾ ആയിരിക്കത്തില്ല. നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങും നിങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളിലോട്ട് പോകുന്നു. പക്ഷെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ പോലും വിചാരിക്കാത്ത സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ സിറ്റുവേഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾ ചിന്തിക്കും ഇതൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ. പക്ഷെ നിങ്ങൾ രൂക്ഷമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. പല രീതിക്ക് നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന നന്മകളും നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ടും ഒരു തിരിച്ചടിയാണോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ബാഡ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ, അതായത് നിങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സിറ്റുവേഷൻ, ക്രൂരമായിട്ടും നിങ്ങളെ ഒരു എന്താ പറയാ, നിങ്ങളുടെ എനർജി വലിച്ച് ഊറ്റിയെടുക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു ടൈം ആയിട്ടാണ് കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കാം, പക്ഷെ ഹാപ്പി ആയിട്ടായിരിക്കാം വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ചധികം പ്രശ്നങ്ങളും സിറ്റുവേഷൻസും വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഗോ വിത്ത് ദ ഫ്ലോ ആയിരിക്കാം. ഒരു കൊച്ചു കുട്ടിയെ പോലെ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുന്നില്ല, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് ലൈഫിൽ നടക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫ് അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് റിയലൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്ന്. ഭയങ്കരമായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ, നിങ്ങൾ ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ, കഷ്ടപ്പാട് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഓവറായിട്ടുള്ള സ്ട്രെസ് ഓവറായിട്ടുള്ള നിങ്ങളെ കഷ്ടപ്പെടുത്തണം, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയ രീതികളിൽ പോകുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങൾ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല, നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. പൂർണ്ണമായിട്ടും ആരെയും ദ്രോഹിക്കാണ്ട് നല്ല രീതിക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി, എത്രത്തോളം നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടിയായി കിട്ടുമോ എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾക്കൊരു പേടിയും ഫിയറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എൻ്റെ ലൈഫ് ഇത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചടി കിട്ടുമോ, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ലൈഫിൽ,
മെച്ചപ്പെട്ട രീതിക്ക് പോകാൻ പറ്റുമോ എന്നുള്ള സിറ്റുവേഷൻ നിങ്ങൾ കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ മാനസികപരമായിട്ട് ആരെയും നോയിപ്പിക്കാണ്ട് നിങ്ങളുടേതായ ശ്രദ്ധകളിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായ ജോലികളിൽ നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ആയി കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കരിയർ ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും അധ്വാനിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടും കുറെ അധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതും നിങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങൾ ജോലിയായിരിക്കാം, ഫിനാൻസ്, നിങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതിൽ ഭയങ്കരമായിട്ടും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ട് എനിക്ക് കാണാൻ പറ്റും. നിങ്ങൾ എന്ത് കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാലും അവിടെ ഭയങ്കരമായിട്ടും 100% ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തികളായിട്ടും കാണാൻ പറ്റും. പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കുറച്ചധികം ആൾക്കാർക്ക് അതിനകത്ത് ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചില ആൾക്കാര് എന്തൊക്കെയോ ഇപ്പോഴും നിങ്ങൾക്ക് പറ്റാത്ത സ്ഥാനത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ലാത്ത സ്ഥാനത്ത്, നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥാനത്ത് ഇന്നും നിങ്ങൾ കരഞ്ഞും പിടിച്ചും നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ ജഡ്ജ്മെന്റ്, എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ എന്തിന്റെയൊക്കെയോ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെയോ വാക്കിന്റെ ബലത്തിൽ എന്തൊക്കെയോ കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ടൈം കുറെ അധികം ഈ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിരിക്കാം, നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം, നിങ്ങളുടെ കരിയർ ആയിരിക്കാം. അപ്പം അങ്ങനത്തെ എന്തൊക്കെയോ സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു ടൈം നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും അവിടെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. മേ ബി നിങ്ങളുടെ മൈൻഡ് കൺവേർട്ട് ആക്കി കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാണാം. നിങ്ങൾക്ക് വേണ്ട രീതിക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോയി കാണാം. ഒരു ഡ്രാമ രീതിയിൽ നിങ്ങളെ വെച്ച് കളിപ്പിക്കുന്നതായിരിക്കാം. എന്തൊക്കെയോ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എനിക്കിവിടെ. അപ്പം ഓക്കെ, നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു വ്യക്തി കടന്നു വന്ന് കാണാം. അല്ലെന്നുണ്ടെങ്കിൽ ഇനിയൊരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാൻ 100%. ഈ ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് പുതിയൊരു വ്യക്തി നിങ്ങൾ പോലും വിചാരിക്കാം നിങ്ങളെക്കാൾ ഏജ് കുറവായിരിക്കാം ആ വ്യക്തിക്ക്. നിങ്ങളെക്കാൾ ഏജ് കുറവായിട്ടുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേഡീസിനാണെങ്കിൽ ഏജ് കൂടുതലായിരിക്കാം, ബോയ്സിന് ഏജ് കുറവായിരിക്കാം. ഐ തിങ്ക് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഏജ് ആയിരിക്കാം. പക്ഷെ സോൾ കണക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏജ് ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതെന്തിനാണ് ഈ റിലേഷൻഷിപ്പ് എന്റെ ലൈഫിലോട്ട് വന്നത് എന്നറിഞ്ഞൂടാത്ത കുറച്ചധികം വ്യക്തികൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ടോട്ടലി കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, അല്ലെങ്കിൽ വല്ലാത്തൊരു ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷൻ. ഇത് വെച്ച് ഞാൻ ഇനി എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയൊരു ലൈഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയൊരു എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമോ, ഇനിയും വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരു തിരിച്ചടിയായിട്ട് വരുമോ എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിൽ കുറച്ചധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു ടൈം നിങ്ങൾ ടോട്ടലി ബ്ലൈൻഡഡ് ആയിരിക്കും. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ടോട്ടലി ബ്ലൈൻഡഡ് ആയിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിലായിരിക്കും ചാവി ഇരിക്കുന്നതെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറച്ചധികം വ്യക്തികളുടെ സിറ്റുവേഷൻസ് അത് അങ്ങനെയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിറ്റുവേഷൻ, അതായത് ആരൊക്കെ വന്ന് എത്തി നോക്കുന്നുണ്ട്, ആരൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു റിലേഷൻഷിപ്പിൽ വന്നു പോകുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റുന്നില്ല, ആരാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആ ഒരു മായിക ലോകത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ആൾക്കാർ ആരാണെന്നും, നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സിറ്റുവേഷൻസ് എന്താണോ, നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന നെഗറ്റീവ്സ് എന്താണോ, നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെയാണോ വന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ വന്നു പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഇതിനൊരു ഉത്തരം കിട്ടുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇതിനൊരു ഉത്തരം എന്താണ്. പക്ഷെ നിങ്ങളിട്ട് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുക, കുറേയധികം സിറ്റുവേഷൻസിൽ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറച്ചധികം ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സെക്സിന് വേണ്ടിയിട്ടാണോ നിന്ന് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ഞാൻ നിന്ന് കൊടുക്കുന്നത്, ഫിനാൻഷ്യൽ വേണ്ടിയാണ് ഞാൻ നിന്ന് കൊടുക്കുന്നത്, പക്ഷെ എനിക്ക് ഇതിൻ്റെ അകത്തൊരു
ഉത്തരം കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾക്കത് അനൗൺസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻറ്റ്യൂഷൻസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ പറയുന്നു. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാണ്ട് പോയ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിട്ട് കളിപ്പിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ബോഡിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ എനർജിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സെക്ഷൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ നീഡ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം ആൾക്കാരെ. ഈ ഒരു ടൈം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറേ അധികം പ്രശ്നങ്ങളും കുറേ അധികം സിറ്റുവേഷൻസും കുറേ അധികം കടങ്ങളും കുറേ അധികം പ്രാരാബ്ദങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ കരിയർ എങ്ങനെ പോകും എന്നൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിന്ന് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ എന്തോ വലിയൊരു സെറ്റപ്പാണ്, എനിക്ക് ഒരു ടൈം വരും, അല്ലെങ്കിൽ എനിക്ക് വേണ്ട സിറ്റുവേഷൻസ് വരും, എന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, ഞാൻ ഭയങ്കര സെറ്റപ്പാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടെങ്കിൽ പോലും, കടങ്ങളും പ്രാരാബ്ദവും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണെങ്കിൽ പോലും ഇതിനൊന്നും വലിയ കുറവൊന്നും ഇല്ലാതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ രാജാവോ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ രാജ്ഞിയോ ആയിരിക്കാം. പക്ഷെ നിങ്ങളെ വെളിയിൽ നിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ഭയങ്കരമായിട്ടും സ്ട്രഗിൾ അനുഭവിക്കുന്ന, ഭയങ്കരമായിട്ടും പ്രശ്നങ്ങളുടെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു വ്യക്തിയായിട്ട് കുറെ അധികം ആൾക്കാർക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിഷ്കളങ്കമായ ഒരു വ്യക്തിയോടുമായി, നിങ്ങൾ നിഷ്കളങ്കപരമായിട്ട് ഒരു ക്യാരക്ടറിനോടുമായി, നിങ്ങൾ നിഷ്കളങ്കമായിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ്ങും ആണ് എങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടേണ്ടതുണ്ട് എന്നിവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻസ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും, ഈ ഒരു ടൈം കടന്നു പോകും, ഈ ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ടൈം കടന്നു പോയതിനു ശേഷം ഇതായിരിക്കാം മേ ബി, എനിക്ക് തോന്നുന്നു കുറെ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് ഇത് തന്നെയായിരിക്കാം. എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നമുക്കിതിന്റെ ലാസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഈ ടൈമിന് എന്തൊക്കെയാണ് ഏഞ്ചൽസിന് എന്തൊക്കെയാണ് പറയാൻ പറ്റുന്നത്. യെസ്, അപ്പം എനിക്ക് ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയണത് വെച്ചാൽ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അൺലൈക്ലി ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരികയാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, വേറെ ആരെ മറന്നാലും നിങ്ങളെ മറക്കാണ്ടിരിക്കുക, ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളെ തന്നെ ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഡിവൈൻ സപ്പോർട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളെ തന്നെ വിശ്വസിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അടുത്തതായി സെക്കൻഡ് പൈലിലോട്ട് പോകാം. ഓക്കെ, അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, എനിക്ക് തോന്നണം, ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് റീഡിങ് നോക്കുന്നത്, ഈ റീഡിങ് കാണുന്ന ആൾക്കാരിൽ പകുതി മുക്കാൽ പേരും എനർജി ലോസ് ആയിട്ട് വരുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഹൈ എനർജിയിലുള്ള, ഇപ്പം ഒരു മെയിനുള്ള സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളിപ്പോൾ ഒരു ടോപ്പിൽ നിൽക്കുന്ന, നിങ്ങളിപ്പോൾ ഒരു ഹൈ എനർജി, നിങ്ങൾ ഭയങ്കരമായിട്ട് വാല്യൂബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചില വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങളൊരു ഡൗൺ ഫെയിലിയറിൽ, നിങ്ങളൊരു പ്രശ്നത്തിൽ വന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമേ, ഐ തിങ്ക് എനിക്ക് തോന്നണ്, ഇതേ കണക്കത്തുള്ള വീഡിയോസ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ബേസിലായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. ചിലപ്പം ഒരു ചെറിയൊരു ഒരു പോയിന്റ് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടിയേക്കാം. ഓക്കെ, ഓക്കെ. അപ്പം സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഭയങ്കരമായിട്ടും ഈ ഒരു സമയത്ത് ഐ തിങ്ക് എനിക്ക് തോന്നണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ആൾക്കാരെ, അല്ലെങ്കിൽ ആൾക്കാരടുത്ത് സംസാരിക്കാൻ നിങ്ങൾ കുറെ അധികം പാഠങ്ങൾ റിയലൈസ് ചെയ്തൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ജീവിതത്തിൽ കുറെ അധികം എക്സ്പീരിയൻസ് ഉള്ള, അതായത് ജീവിത അനുഭവങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആരടുത്ത് എങ്ങനെ പെരുമാറണം, ആരടുത്ത് എങ്ങനെ യൂസ് ചെയ്യണം, ഭയങ്കര ക്ലെവർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ ആർക്കും അങ്ങനെ പറ്റിച്ചിട്ട് പെട്ടെന്ന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കുറച്ചധികം വ്യക്തികളുടെ സിറ്റുവേഷൻസ് ആണ് ഞാൻ പറയുന്നത്.
കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാവും. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ടും പ്രയത്നിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ക്ലെവറാണ്. നിങ്ങൾക്ക് ആരെയും നിങ്ങൾ ബോതേഡ് ചെയ്യത്തില്ല. ആരുടെയും ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരുടെയും ഒരു തിന്മയ്ക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ പ്രവർത്തിക്കുന്ന കുറച്ചധികം വ്യക്തികളായിരിക്കും കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നു. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ അത് തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ വ്യക്തികളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ട് കുറച്ചധികം ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റും. എനർജി മാറി കയറുന്നത് കൊണ്ട് തന്നെ ഇത് കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ ഇതായിരിക്കും. കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ ഈ ഒരു കാർഡായിരിക്കും. നിങ്ങൾ നേടിയതൊക്കെ നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു തോന്നൽ ചില ആൾക്കാർക്ക് ഉണ്ടായേക്കാം. നിങ്ങൾ കുറേയധികം പ്രശ്നങ്ങളിലോട്ട് പോയി, കുറേയധികം സിറ്റുവേഷൻസ് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ നേടി. പക്ഷെ ആ നേടിയതൊക്കെ നിങ്ങളെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ആ നേടിയതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയോ, എനിക്ക് ഇനി പുതിയൊരു ജീവിതമില്ല, റിലേഷൻഷിപ്പ് ആയിരിക്കാം, മേ ബി അത് നിങ്ങളുടെ കരിയർ ആയിരിക്കാം, നിങ്ങളുടെ ഫിനാൻസ് ആയിരിക്കാം, സ്പിരിച്വൽ വേൾഡ് ആയിരിക്കാം, സ്പിരിച്വാലിറ്റിയിൽ നിന്നും പെട്ടെന്ന് കയറിയ വ്യക്തികളായിരിക്കും, കാർമിക് സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, ഭയങ്കരമായിട്ടും അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നേടിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ തോന്നിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് അത് കാണാൻ പറ്റുന്നത്. ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൊടുത്ത്, ആർക്കോ വേണ്ടി എന്തൊക്കെയോ സിറ്റുവേഷനിൽ പോയി, പക്ഷേ എനിക്കൊന്നും നേടാൻ പറ്റില്ല, ഞാൻ നേടിയത് മൊത്തവും നഷ്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു തരം സിറ്റുവേഷനിലായാൽ പോലും നിങ്ങളെ സോൾ അതിനെക്കുറിച്ച് നിങ്ങളെ ബോധേഡ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെക്കുറിച്ച് അതിനെ ബോധേഡ് ചെയ്യിപ്പിക്കാത്തൊരു സിറ്റുവേഷനിൽ കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇനിയും നേടാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കഴിവ് മാത്രമേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാഷൻ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബോഡി മാത്രമേ ഉള്ളൂ. ആ ഒരു എനർജി ലോസ്, മനസ്സ് അതിൻ്റെയൊക്കെ ഒരു ബലം വിട്ടുപോയൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ലൈഫ് ടോട്ടലി ഡൗൺ ആയ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ നിങ്ങളെ പറഞ്ഞ് ഡൗൺ ആക്കുന്നതല്ല, പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത് കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ യു ആർ എ ഏഞ്ചൽ. നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പക്ക ഏഞ്ചലാണ്. പക്ക ഏഞ്ചൽ അല്ലെങ്കിൽ പോലും പക്ക ഒരു ഏഞ്ചലാണ്. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഭയങ്കരമായൊരു വേരിയറാണ്. ആരും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയാൽ പോലും പെട്ടെന്ന് നിങ്ങളെ കബളിപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ ലുക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഭയങ്കര ഗ്ലാമർ ആയിരിക്കാം, നിങ്ങൾ ഭയങ്കര അതീവ സുന്ദരിയായിരിക്കാം, നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു ആരെയും മനം മയക്കാൻ ഉള്ള എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ആരെയും മനം മയക്കാനുള്ള കഴിവുള്ള ആളായിരിക്കാം. പക്ഷേ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു രണ്ട് വാക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ ഒന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ടക്കനെ വളയുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് ലുക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, പക്ഷെ അതിനകത്തുള്ള മെന്റാലിറ്റിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങളെ കാണാൻ ഭയങ്കര ബോഡി സെക്സ് ആയിരിക്കാം, സെക്സ്വൽ ബോഡി ആയിരിക്കാം, പക്ഷെ അതിനനുസരിച്ചുള്ള ലുക്ക് ആയിരിക്കും, അതിനനുസരിച്ചുള്ള എല്ലാം നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ബുദ്ധി തന്നാന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇവിടെ കാണുമ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്, കാരണം ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പണം ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റെബിലിറ്റി ആയിരിക്കും, ജോലി ഉണ്ടായിരിക്കാം, പക്ഷേ റിലേഷൻഷിപ്പ് നിങ്ങൾ ആൾക്കാരെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും. ചില ആൾക്കാരുടെ സിറ്റുവേഷൻസ് ആണ്, ഈ ഒരു കാർഡിന്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ആൾക്കാരെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളെ പെട്ടെന്ന് വേദനിപ്പിച്ച് പോകുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും കരയാൻ തുടങ്ങും, ഭയങ്കരമായിട്ടും വിഷമിക്കാൻ തുടങ്ങും. കുറേയധികം പ്രശ്നങ്ങളിലോട്ട് നിങ്ങൾ തരണം ചെയ്ത് അതിലോട്ടൊക്കെ പോകാൻ തോന്നും. പിന്നെ അവിടെ നിന്ന് നിങ്ങളെ മാറ്റിയതിന് ശേഷം പുതിയൊരു റിലേഷൻഷിപ്പിലോട്ട്, അല്ലെങ്കിൽ അടുത്തൊരു റിലേഷൻഷിപ്പിലോട്ട്, അങ്ങനെ പോകുന്നു. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് ഈ ഒരു റിലേഷൻ. നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര ക്യൂട്ടാണ്. ഭയങ്കര ക്യൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെയൊക്കെ പെട്ടെന്ന് ബോയ്സിനെയൊക്കെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റും. ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ ലേഡീസിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക ലുക്കാണ്. പ്രത്യേക ലുക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ലുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഡ്രസ്സിങ്സ് ഒക്കെ ഭയങ്കരമായി അതീവ ഡ്രസ്സിങ്സ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്ഞി തന്നെയാണ്, ക്യൂൺ ഓഫ് ക്യൂൺ തന്നെയാണ്. പക്ഷേ പ്രശ്നങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ടും ഡൗൺ ഫെയിലിയർ ആവും, ഭയങ്കരമായിട്ടും പ്രശ്നങ്ങളിൽ ചെന്ന് ചേരുകയും നിങ്ങൾ ഭയങ്കരമായിട്ടും വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കുറച്ചധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു കാറ്റഗറിയിലുള്ള വ്യക്തികളുടെ സിറ്റുവേഷൻ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ പണം
വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലൈഫിൽ പണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഹോപ്പ്, നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ലൈഫിലോട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ ലൈഫിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ഇപ്പം വിദേശത്ത് പോകാനുള്ളൊരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ ആൾക്കാർ വരുന്തോറും നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് പല രീതിക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ലൈഫ് പാൻ ഭയങ്കരമായിട്ടും കൂടി ലൈഫ് പാൻ ആയിരിക്കും. പല രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു ഹോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര ഡൗൺ ഫെയിലിയർ, നിങ്ങൾ എത്ര ഭയങ്കര സിറ്റുവേഷൻസ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എന്ന് പറഞ്ഞ കാര്യം ഇല്ലാണ്ടാവത്തില്ല. നിങ്ങൾക്ക് ഫുഡ് കഴിച്ചു പോകാനും നിങ്ങളുടെ നിത്യോപയോഗത്തിനുള്ള പൈസയും നിങ്ങൾക്ക് ഹോപ്പും ഡിവൈൻസ് തന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ എത്ര ഡൗൺ ഫീൽ ചെയ്താൽ, നിങ്ങൾ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾ അത്ര അധികം നന്മകൾ, അത്രയും കാർമിക്ക് ഭയങ്കരമായിട്ടും ബ്ലെസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. മേ ബി നിങ്ങളുടെ അച്ഛൻ, അമ്മ, മേ ബി നിങ്ങളുടെ സിസ്റ്റേഴ്സ്, നിങ്ങളുടെ വൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ മക്കൾ ചെയ്ത പുണ്യമായിരിക്കാം പാസ്റ്റ് ലൈഫിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത പുണ്യമായിരിക്കാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സ് പറയുന്നത് ഭയങ്കരമായിട്ട് കേൾക്കാൻ നോക്കുക. നിങ്ങളുടെ ബ്രെയിൻ പറയുന്ന കുറച്ച് സിറ്റുവേഷനിലോട്ട് പോകാണ്ടിരിക്കാൻ നോക്കുക. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രണ്ട്സുകൾ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് നല്ലതിനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചീത്തയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അതിനനുസരിച്ച് നിന്ന് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു റിയൽ ഫ്രണ്ട് ഉണ്ടായിരിക്കാം, നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കാം, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള വ്യക്തികളാണോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഓക്കെ ആണോ എന്ന് നിങ്ങൾ റിയലൈസേഷൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം പ്രവർത്തിക്കാൻ നോക്കുക. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആരെങ്കിലും കബളിപ്പിക്കാനോ, നിങ്ങൾ ആരെങ്കിലും സിറ്റുവേഷൻസിൽ ഡൗൺ ആക്കാനോ, ഫ്രണ്ട്സ്, ഫാമിലി, ഒരു കരിയർ ബേസ് പരമായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും, നിങ്ങൾ താളത്തിനൊത്താൻ തുള്ളുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ മാക്സിമം നോക്കുക. ആരുടെയെങ്കിലും അത് ചെയ്യടാ, അല്ലെങ്കിൽ ഇത് ചെയ്യടാ, ഇത് ചെയ്യടി, അത് ചെയ്യടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ലുക്കാണല്ലോ, സെറ്റപ്പ് ആണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൽ വീഴാണ്ട് നിങ്ങളുടേതായ ഓൺ സ്റ്റാൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് നിരീക്ഷിക്കുന്ന വ്യക്തികളാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ആൾക്കാരെ നിരീക്ഷിക്കാനും, ആൾക്കാരുടെ കുറ്റം കണ്ടുപിടിക്കാനും, ആൾക്കാരുടെ ലൈഫ് ചൂണ്ടി നോക്കാനും പ്രത്യേക കഴിവുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ചെന്ന് ഇടപെട്ട് അതിലൊക്കെ സിറ്റുവേഷൻസിൽ ഓക്കെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനുള്ളൊരു കഴിവുള്ള വ്യക്തികളാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാക്കാനും, ആൾക്കാരുടെ ലൈഫിലോട്ട് ഇടിച്ചു കയറിയിട്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കാനും, ആൾക്കാരെ എന്താണെന്ന് പരോക്ഷത്തിലും അല്ലാതെയും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കെൽപ്പുള്ള വ്യക്തികളായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ സിറ്റുവേഷൻസും ഇതൊക്കെ ആയിരിക്കും കുറേയധികം. അപ്പം നമുക്ക് നിങ്ങൾക്കൊരു ഏഞ്ചൽ മെസ്സേജ് കൂടെ എടുത്ത് നോക്കാം. അത് ഏഞ്ചൽ മെസ്സേജിന് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് കൂടെ നോക്കാം. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾക്ക് വലിയ സിറ്റുവേഷൻസ് ഡൗൺ ആവാനുള്ള ചാൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എത്ര പ്രശ്നങ്ങൾ, എത്ര സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോപ്പും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഡിവൈൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അങ്ങനെ അത്രയും കട്ടിയായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. എത്ര പ്രശ്നങ്ങളോട്ട്, എത്ര സിറ്റുവേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഒരു സിറ്റുവേഷൻ ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലത്തെ ഡേയ്സോ വേറെ ആൾക്കാരെയും നിങ്ങൾ വന്ന് അവിടെ നിന്ന് ബൂസ്റ്റ് ആക്കി വിടും. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ള വ്യക്തികളാണ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിലോ നോർമൽ കോളോ ചെയ്യാം. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.